عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ആശിഖ്യങ്ങളെ, നിങ്ങൾ മഹത്തായ ഒരു പ്രകാശത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇജാബത്ത് നൽകാൻ കാരണമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കനത്ത തീക്കുണ്ടിൽ തണുപ്പേകിയ ആ മഹോന്നതമായ നൂറിനെ കുറിച്ച്. ആ മഹത്തായ നൂറ് വഹിക്കാൻ ഖുറൈശി ഗോത്രത്തിലെ തേജസുറ്റ ഒരു നേതാവിന് ഭാഗ്യം ലഭിച്ചു. അതെ, അബ്ദുല്ലാഹിബ്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം ഭയങ്കര പ്രകാശപൂരിതനായ മനുഷ്യനായിരുന്നു അത്രേ. ആ മഹത്തായ നൂറ് പിന്നീട് സഹ്റ ഗോത്രത്തിൽ നിന്നുള്ള ലോകത്തിലെ ഏറ്റവും മഹോന്നതമായ ഭാഗ്യം ലഭിച്ച മഹദിയുടെ ഗർഭപാത്രത്തിലെത്തിയതോടെ അബ്ദുല്ലാഹിയുടെ നൂറ് മങ്ങിയത്രേ. ആ നൂറിനെ കാണാനുള്ള അബ്ദുല്ലാഹിയുടെ ആഗ്രഹം നടന്നില്ല. അദ്ദേഹം വഫാത്തായി. കാരണം യതീമായി ആ മോനെ വളർത്തണമെന്നായിരുന്നു അല്ലാഹുവിന്റെ തീരുമാനം. ആമിന ബീവി ആ നൂറിനെ ചുമന്നപ്പോ അമ്പിയാക്കളും മലക്കുകളും സ്വപ്നത്തിൽ വന്ന് ഒരുപാട് പ്രവാചക പ്രകീർത്തനങ്ങൾ പറഞ്ഞു കൊടുത്തു അത്രേ. ഹൂറുലീനുകൾ തോഴിമാരായി മാറിയത്രേ. കൂടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ പ്രസവിച്ചാൽ മോനെ മുഹമ്മദി എന്ന് വിളിക്കണം. അതുകൊണ്ട് തന്നെ നബി ജനിച്ച ഉടനെ അബ്ദുൽ മുത്തലിബ് മോനെയും കൊണ്ട് കഅബയിൽ ചെന്ന് ഇൽഹാമിന്റെ പാഠമെന്നോണം മുഹമ്മദ് എന്ന് വിളിച്ചു. അദ്ദേഹത്തോട് ശത്രുക്കൾ ഈ ഒരു പേരിനെ കുറിച്ച് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: സർവചരാചരങ്ങളും ഈ മോനെ സ്തുതിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതെ, ജനിക്കും മുമ്പേ പേര് നിശ്ചയിക്കപ്പെട്ട മുൻ അമ്പിയാക്കളെല്ലാം പറഞ്ഞ മദ്ഹ് ചൊല്ലിയ നേതാവായി കണ്ട തിരുനബി ജനിച്ച നിമിഷമാണ് ലോകത്തിലെ ഏറ്റവും മഹോന്നതമായ നിമിഷം. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തവയും ഒരേ സമയം ആസ്വദിച്ച നിമിഷം. അറബ് നില കഥകളിലെ പാതിരനൂറ് തെളിഞ്ഞില്ലേ, അഷ്റഫുൽ ഖൽഖ് പിറന്നില്ലേ, ആനന്ദം മണൽ കാട്ടിലാകെ പരന്നില്ലേ. അറബ് നില കഥകളിലെ പാതിരനൂറ് തെളിഞ്ഞില്ലേ, അഷ്റഫുൽ ഖൽഖ് പിറന്നില്ലേ, ആനന്ദം മണൽ കാട്ടിലാകെ പരന്നില്ലേ. നബി വരവിൻ കുളിരലകൾ മക്ക നിലാവിലണിഞ്ഞില്ലേ, സുറൂറിന്റെ ചെപ്പ് തുറന്നില്ലേ, താഴ്വാരം സുവർഗത്തെ നേരിൽ കണ്ടില്ലേ, ആനന്ദ സുഗന്ധമറിഞ്ഞ മണത്തരികൾക്ക് ഭൂതി പെരുത്തന്നെ ആ പോരിശയേറിയ പൈതലിനെ കാണാൻ ചെല്ലാനാണെന്ന് പൂങ്കാറ്റലയിൽ ചെറുമഞ്ഞുകളം ിലിറങ്ങുന്ന മണിമുത്ത് മുഹമ്മദ് കുഞ്ഞിനുറങ്ങ പാട്ടുമെത്ത വിരിക്കുന്നേ. അറബ് നില കഥകളിലെ പാതിരനൂറ് തെളിഞ്ഞില്ലേ, അഷ്റഫുൽ ഖൽഖ് പിറന്നില്ലേ, ആനന്ദം മണൽ കാട്ടിലാകെ പരന്നില്ലേ. ആ പൊന്നുമോൻ മക്കയിൽ വളർന്നു. അബ്ദുൽ മുത്തലിബിന്റെയും പിന്നീട് അബൂ തോലിബിന്റെയും കരങ്ങളിൽ സത്യസന്ധനായി വിശ്വസ്തനായി തിരുനബി വളർന്നു. ഏവരും അൽ അമീൻ എന്ന് വിളിച്ചു. 25-ാം വയസ്സിൽ അവക്കൊരു പുതിയ തുണ മക്കയിലെ തോഹിറ നമ്മുടെ ഹദീജുമ്മ നബിക്ക് താങ്ങായി തണലായി നിന്നു. പണമില്ലാത്ത മുഹമ്മദിനെ ഖുറൈശികൾ കളിയാക്കിയപ്പോ തന്റെ പണമെല്ലാം അവർക്ക് നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ സമ്പന്നനാക്കി. എന്തൊരു മനോഹരമായ ദാമ്പത്യം! നബി തങ്ങള് ഹിറാ ഗുഹയിൽ ഇരിക്കുമായിരുന്നു. ഒറ്റക്കിരുന്ന് തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്ന് ആത്മീയ ചൈതന്യം കൈവരിക്കുമായിരുന്നു. ഒരു ദിവസം അവിടത്തേക്ക് ഒരു അപരിചിതനായ വ്യക്തി കടന്നു വന്നു. എന്നിട്ട് പാവൻ നബിയോട് പറഞ്ഞു, വായിക്ക് മുഹമ്മദേ. എനിക്കറിയില്ല. അതെ, നബിക്കൊന്നും അറിയില്ലായിരുന്നു. നബി ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു.
ആരിൽ നിന്നും ആ വന്ന വ്യക്തി നബിയെ തെന്നിലേക്ക് ചേർത്തമർത്തി. വായിക്ക് മുഹമ്മദേ. എനിക്കറിയൂല. വീണ്ടും അമർത്തി. വായിക്ക് മുഹമ്മദേ. എനിക്കറിയൂല. എന്നാൽ ഇനി ഞാൻ പറഞ്ഞു തരാം. ആ വ്യക്തി ചില വിശുദ്ധ വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പാവം പരിഭ്രാന്തനായ നമ്മുടെ നബി ഓടി വീട്ടിലേക്ക് ഓടി ഖദീജയുടെ അടുത്തേക്ക്, ബീവിയുടെ അടുത്തേക്ക് പുതപ്പിട്ട് മൂടി. നബിയെ പേടിക്കണ്ട. ആ സഹധർമ്മിണി വീണ്ടും സാന്ത്വനിപ്പിച്ചു. നബി തളർന്നപ്പോഴൊക്കെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു. റളിയല്ലാഹു അൻഹാ. ഹീറാ ഗുഹക്കകത്തുന്നിൽ തിരുനബി ഇരിക്കുമ്പോൾ ജിബ്രീൽ എന്നടുത്തെത്തി ഉദിർത്താനെ. ഉത്തിടുവിളിച്ചിറ അത്തുരണം റസൂലുള്ളാഹ് ഓത്തറയിൽ എനിക്കെന്ന് ഉരത്താനെ. ഉത്തിടുവിളിച്ചിറ അത്തുരണം റസൂലുള്ളാഹ് ഓത്തറയിൽ എനിക്കെന്ന് ഉരത്താനെ. ഇഖ്റാനാദ വരവായി ഖുർആനുൽ അലീമായി. ഇഖ്റാനാദ വരവായി ഖുർആനുൽ അലീമായി. അന്ന് വിറച്ച് വലിച്ചിട്ട് ഉരയായെ ഗൗരവമായി കഥ വിരുത്താറ് ഖദീജയിൽ നേരെ. ഉരയായെ പിടിലണവായി കഥ വിരുത്താറ് ഖദീജയിൽ നേരെ. നുബുവത്ത് ലഭിച്ച പ്രവാചകൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശവുമായി മക്കയെല്ലാം സഞ്ചരിച്ചു. യാ അല്ലാഹ്, എല്ലാം മാറി മറിഞ്ഞു. ഇതുവരെ അൽ അമീൻ എന്ന് വിളിച്ചവർ കുറ്റപ്പെടുത്താനും കളിയാക്കാനും പ്രയാസപ്പെടുത്താനും തുടങ്ങി. തബ്ബലക യാ മുഹമ്മദ്. അബൂലഹബ് അലറി. അവർ ആക്രമിക്കാൻ തുടങ്ങി. അവർ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. പാവൻ നബി തന്റെ ഉമ്മയുടെ നാട്ടിലേക്ക് പോകാൻ തിരുമേനി തീരുമാനിച്ചു. തന്റെ കുടുംബക്കാർ തന്നെ സ്നേഹത്തോടെ സൽക്കരിക്കുമെന്ന് അവിടുന്ന് വിശ്വസിച്ചു. ഈ അറ്റമില്ലാത്ത പൊറുതിയിൽ നിന്ന് സമാധാനം തേടിക്കൊണ്ട് പ്രവാചകരങ്ങ് 60 മൈലുകൾക്കപ്പുറത്തേക്ക് ചെന്നു. പക്ഷേ യാ അല്ലാഹ്, എല്ലാം തെറ്റി. എല്ലാ പ്രതീക്ഷകളും തെറ്റി. അവര് നബിയെ എതിർത്തു, തളർത്താൻ ശ്രമിച്ചു, തള്ളി ബുദ്ധിമുട്ടിച്ചു, കല്ലെറിഞ്ഞു. നബിയുടെ ശരീരത്തിൽ കൊണ്ട് ചോര വന്നു. അവിടുന്ന് വേദന കൊണ്ട് പുളഞ്ഞു. തിരിച്ചു നടന്നു. അല്ല, ഓടി. പ്രിയമുള്ളവരെ, നമ്മുടെ നബിയല്ല ഇത്. തിരിച്ചു വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഈ കാണുന്ന 2 മലകൾക്കിടയിലിട്ട് അവർ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ നബി പറഞ്ഞു, അല്ലാഹു അവരെ സന്മാർഗത്തിലാക്കും. ഇതാണ് പ്രവാചകൻ. വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയാത്ത പ്രതിഭാസം. നബിയെ, അങ്ങനെ കൂടെ ഞങ്ങളെ കൂട്ടണേ. ആകാശഭൂമി തേങ്ങി അതു കണ്ട് ലോകം വിങ്ങി. ആറ്റൽ റസൂലിൻ മേനി മുറിവേറ്റ നേരം വീതി. ആകാശഭൂമി തേങ്ങി അതു കണ്ട് ലോകം വിങ്ങി. ആറ്റൽ റസൂലിൻ മേനി മുറിവേറ്റ നേരം വീതി. ആനിണമറിഞ്ഞ വീതി തിരുതായിഫിന്റെ ഭൂമി. ആകാശഭൂമി തേങ്ങി അതു കണ്ട് ലോകം വിങ്ങി. ആറ്റൽ റസൂലിൻ മേനി മുറിവേറ്റ നേരം വീതി. ആ കല്ലുകൾ വിതുമ്പി കണ്ണിൽ പെടാതെ നോക്കി. ശറഫുറ്റ മേനി തുളക്കാൻ എടുക്കല്ല എന്ന് കെഞ്ചി. ആകാശഭൂമി തേങ്ങി അത് കണ്ട് ലോകം വിങ്ങി. ആറ്റൽ റസൂലിൻ മേനി മുറിവേറ്റ നേരം വീതി. പിന്നീടാണ് റസൂലുള്ള ഹിജ്റ പോകുന്നത്. മദീനയിലേക്ക് എല്ലാം ഒഴിവാക്കി വീടും നാടും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് പിന്നീടങ്ങോട്ട് ചരിത്ര വ്യത്യസ്തമായ മദീനയിൽ പ്രവാചകർ തരംഗമായി. ഇസ്ലാം വളർന്നു ഉന്നതിയിലെത്തി. മുസ്ലിമീങ്ങൾ ശക്തരായി.
അനീതിക്കെതിരെ, ഖുറൈശികളുടെ അക്രമങ്ങൾക്കെതിരെ നിരന്തര പോരാട്ടങ്ങൾ. ബദറും ഉഹുദും ഖന്തഖും ഹൈബറും, അങ്ങനെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നിമിഷങ്ങൾ, സഹനതയുടെയും വിട്ടുവീഴ്ചയുടെയും നിമിഷങ്ങൾ, പ്രയാസത്തിന്റെയും സങ്കടത്തിന്റെയും നിമിഷങ്ങൾ. ഒടുവിൽ പൂർത്തീകരണം. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന. സൂറത്തിന്റെ പൂർത്തീകരണം. മക്ക കീഴടക്കി. ഇസ്ലാം വീണ്ടും സമാധാനത്തിന്റെ കൊടി ഉയർത്തിക്കാട്ടി. തന്നെ ആക്രമിച്ചവർക്കെല്ലാം മാപ്പ് നൽകി. എന്ത്? അതുതന്നെ, പ്രവാചകർ അവർക്കൊക്കെ മാപ്പ് നൽകി. അതെ, ഇത് സഹനതയുടെ വിട്ടുവീഴ്ചയുടെ കരാർ പൂർത്തീകരണത്തിന്റെ പ്രവാചകനാണ്. ഒടുവിൽ മഹത്തായ പ്രഖ്യാപനങ്ങളുടെ ഹജ്ജത്തുൽ വിദാ, നീതിയുടെ ധർമ്മത്തിന്റെ പ്രഖ്യാപനം. ഒടുവിൽ ഭൂമിയല്ല സർവചരാചരങ്ങളും പേടിച്ച, സങ്കടപ്പെട്ട, ദുഃഖിച്ച ആ ദിവസം വന്നെത്തി. പ്രവാചകർ രോഗിയായി, പനി ബാധിച്ചു, മൂർഷിച്ചു. നബിയെ, അങ്ങേക്ക് ഇതെന്തു പറ്റി? നക്ഷത്രങ്ങൾ കേണു. നബിയെ, അങ്ങടിക്കൂ, ഞാൻ താങ്ങി നിർത്താം. മരങ്ങൾ കേണു. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ അടുത്തുള്ളത് തെരഞ്ഞെടുത്തു. അർ-റഫീഖുൽ അഅ്ലാ. അതൊരു പിരിച്ചിലായിരുന്നു. ആർക്കും താങ്ങാൻ പറ്റാത്ത, ആയിഷ ബീവിക്ക് താങ്ങാൻ പറ്റാത്ത, സ്വഹാബത്തിന് താങ്ങാൻ പറ്റാത്ത, സൃഷ്ടികൾക്കാർക്കും തന്നെ താങ്ങാൻ പറ്റാത്ത. നക്ഷത്രങ്ങളെല്ലാം മങ്ങി, ചെടികളെല്ലാം വാടി, മൃഗങ്ങളെല്ലാം വിതുമ്പി, മരങ്ങളും കല്ലുകളുമെല്ലാം കരഞ്ഞു. നബിയെ, അങ്ങാണല്ല. അങ്ങില്ലായിരുന്നെങ്കിൽ ഞങ്ങളില്ലായിരുന്നു. നബിയെ, അങ്ങ് മതി. അങ്ങാണ് ഞങ്ങളുടെ എല്ലാം. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ഖല്ലത്ത് ഹീലതുനാ ഹദ്രിക്നാ യാ റസൂലല്ലാഹ്. ആറ്റലാം നൂറിൻ പൂങ്കുടിലിൽ കണ്ണീർ മഴക്കാലമാ. ആദ്യമായി മൗത്തിൻ മാലാക കൈകൾ വിറച്ചിടലാ. ആറ്റലാം നൂറിൻ പൂങ്കുടിലിൽ കണ്ണീർ മഴക്കാലമായി. ആദ്യമായി മൗത്തിൻ മാലാക കൈകൾ വിറച്ചിടലാ. നബിയരികെ മിഴികൾ നിറയെ കനിമകളാം ഫാത്തിമ കൂടെ. മിഴി തടവാൻ തങ്ങളില്ല, മൊഴി പകരാൻ സ്നേഹമില്ല. കൂട്ടുകാരനായവർ സിദ്ദീഖുൽ അക്ബറും കണ്ണുനീരിലാണ്ടുപോയി. വന്യരാം സ്വഹാബത്തും കൂട്ടുകാരനായവർ സിദ്ദീഖുൽ അക്ബറും കണ്ണുനീരിലാണ്ടുപോയി. വന്യരാം സ്വഹാബത്തും തന്നിൽ നോക്കി നിന്നു. ത്വാഹാന്റെ കണ്ണടഞ്ഞു. നബിയുള്ള പോവുകയാ. തിങ്കളുമ്മ വെച്ച തിരുനൂറെ നോക്കി നിന്ന് മഹമൂദർ വിടവാങ്ങല. ആറ്റലാം നൂറിൻ പൂങ്കുടിലിൽ കണ്ണീർ മഴക്കാലമാ. ആദ്യമായി മൗത്തിൻ മാലാക കൈകൾ വിറച്ചിടലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.